PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ SIT. കൂടുതൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ പരിശോധിക്കാനാണ് തീരുമാനം. നിലവിൽ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇടതു സംഘടനാ നേതാവിന് നിയമനം നൽകാൻ പരീക്ഷ അട്ടിമറിച്ചെന്നാണ് SIT കണ്ടെത്തൽ. പരീക്ഷാ ക്രമക്കേടിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ PSC ആസ്ഥാനത്ത് വീണ്ടും പരിശോധന നടത്താനാണ് നീക്കം. റുഷിബാലുണ്ട് വിശദാംശങ്ങളുമായി. റുഷിബാൽ, ഇതിനകം തന്നെ SITക്ക് ലഭിച്ചിരിക്കുന്ന നിരവധി പരാതികളാണ്. ഉദ്യോഗസ്ഥരുടെ പങ്കടക്കം ഇതിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നുവെന്ന സൂചനകളാണോ ലഭ്യമാകുന്നത്? അപ്പോൾ അന്വേഷണം ഇനി ഏത് രീതിയിൽ നടത്താനാണ് SITയുടെ നീക്കം? PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട SITക്ക് മുന്നിൽ 90 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള തീരുമാനമെടുത്തു. പരാതികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടിയാണ്. അതേസമയം ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേടിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. കൂടുതൽ പരീക്ഷകളുടെ പരാതികൾ പരിശോധിച്ച് ആ പരാതികളിലും കേസെടുക്കാനുള്ള ആലോചന SITയുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ഏറെ വൈകാതെ തന്നെ PSC ആസ്ഥാനത്ത് SIT വീണ്ടും പരിശോധന നടത്തും. നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണ് പരിശോധന നടത്തിയത്. ആ ഘട്ടത്തിൽ രേഖകൾ കൂടുതൽ SIT സംഘം കണ്ടെടുത്തിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെയായിരിക്കില്ല. കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. അതേസമയം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ രേഖകളും പരിശോധിക്കും. അതിൽ നടന്ന ഗൂഢാലോചന കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 3 ഉദ്യോഗസ്ഥന്മാരെയാണ് ചോദ്യം ചെയ്തത്. അതിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് വിശദമായ സമഗ്രമായ അന്വേഷണത്തിന് തന്നെയാണ് SIT തയ്യാറെടുക്കുന്നത്. ഈ പരാതികൾ KS അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിലെ ക്രമക്കേടുണ്ട്. റാങ്ക് പട്ടിക അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട പരീക്ഷകളിലെ ക്രമക്കേടുണ്ട്. അതുകൊണ്ട് ഓരോ പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ശരി, റുഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.